കുറുവാസന പാതിരിക്ക് 2024 വെളിവുണ്ടാകാൻ പ്രാർത്ഥിക്കാമോ? ഈ വരുന്ന 2024 ആണ്ടിലെങ്കിലും നമ്മുടെ കുറുവാസന പാതിരിയുടെ തലയ്ക്ക് വെളിവുണ്ടാകാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? 100 രൂപ പാതിരിക്ക് തന്നെ കൊടുത്ത് ഒരു ഉടമ്പടി രജിസ്റ്റർ ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വെളിവ് വന്നാലോ? ഇയാൾ മാതാവിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഇയാളുടെ പൈശാചിക കേന്ദ്രത്തിലെ മാതാവിന് പെയിന്റ് അടിക്കുന്നത് കണ്ടെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. തൻ്റെ കുറുവാസനത്തിലാണ് മാതാവിരിക്കുന്നതെന്നും അവിടെ വന്ന് ഉടമ്പടി എടുത്താൽ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞ് ആത്മീയ വ്യഭിചാരം ചെയ്യുന്ന ഈ കള്ളപ്പാതിരിയെ സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം. തൻ്റെ പൈശാചിക കേന്ദ്രത്തിൽ ആരുടെ അമ്മയാടായിരിക്കുന്നതെന്ന് ക്രൈസ്തവർ ഒരുപോലെ ചോദിക്കണം. 100 രൂപ ഉടമ്പടിക്ക് അനുഗ്രഹം കൊടുക്കുവാനിരിക്കുന്നത് ആരുടെ അമ്മയാണെന്ന് ഈ കള്ളപ്പാതിരി വെളിപ്പെടുത്തിയേ പറ്റൂ. ഈ ആത്മീയ ആഭിചാരശാല നാട്ടുകാർ ഇടപെട്ട് പൂട്ടിക്കണം. അതിന് ഇടവരുത്താതെ ഈ പാതിരിയുടെ തലയ്ക്ക് വെളി വരുവാൻ നമുക്ക് കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. അതുപോലെ ഇവൻ്റെ പൈശാചിക കേന്ദ്രം തേടിപ്പോകുന്ന ജനങ്ങൾക്ക് സത്യദൈവത്തെ അറിയുവാനും കഴിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി കുറുവാസനം എന്ന പൈശാചിക കേന്ദ്രത്തിൽ പോയ അനുഭവം കോട്ടയം സ്വദേശി ധന്യ പങ്കുവെക്കുന്നു. എന്റെ പേര് ധന്യ. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ കോട്ടയത്തുള്ളൂ. സാറിന്റെ കൃപാസനത്തെ പറ്റിയുള്ള വാർത്ത കണ്ടോണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ അന്നേരം ഒന്ന് വിളിക്കണമെന്ന് തോന്നി, അതാ വിളിച്ചേ. ഞാൻ അവിടെ പോയി ഉടമ്പടി എടുത്ത ആളാണേ. അപ്പൊ എനിക്ക് അവിടെ ഉണ്ടായൊരു അനുഭവം പറയാമെന്ന് വിചാരിച്ചതാ. നമ്മളിപ്പം ബുദ്ധിമുട്ടിയൊക്കെ നിൽക്കുമ്പം സാധാരണപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ഇതിലിപ്പോ എന്തെങ്കിലും മാതാവിനെ ഈശോയെ ഒന്നും നമ്മൾ തള്ളി പറഞ്ഞിട്ടല്ല പറയണേ. പക്ഷെ അവിടെ ഈ ഒരു നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു, അതായത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടുമെന്നുള്ള ഒരിത് പറയാതെ തന്നെ നമ്മുടെ മനസ്സിനെ അങ്ങ് ആക്കി വെക്കും. അവരുടെ പ്രസംഗത്തിലും ഒക്കെ പത്രം എന്ന് പറയുന്ന സാധനം നിർബന്ധമാണ്, മേടിക്കണം. അപ്പൊ ഈ പത്രം കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ പത്രം നമ്മൾ മേടിച്ചാല് ഇതെന്നാ വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ നിന്നല്ല ഈ എല്ലാ സംസ്ഥാനത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്, ഇതെല്ലാം മേടിച്ചോണ്ടും പോകുന്നുണ്ട്. ഈ നമ്മള് ഇവിടെ മേടിച്ചിട്ട് അടുത്ത വീട്ടിലുള്ളവർക്ക് കൊടുക്കാന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ ഉടമ്പടി, ഇപ്പം ഉടമ്പടി എടുക്കാത്ത ആളുകളില്ല. പക്ഷെ നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ ഈ പത്രം കൊടുത്താലേ പറ്റുള്ളൂ എന്നാണ് പറയണേ. അനുഗ്രഹവും പത്രവുമായിട്ടുള്ള ബന്ധം എന്താന്ന്? അതുകൊണ്ട് ഇപ്പൊ ഓരോന്ന് കേൾക്കുമ്പോ നമുക്കൊരു സത്യം പറഞ്ഞൊരു ഭയമുണ്ട്. ഇങ്ങനെ ഇനി പറഞ്ഞിട്ട് നമുക്ക് ദൈവശാപം വരുമോ അന്നുള്ള ഒരു ഇതുകൊണ്ടാണ് മിണ്ടാതെയൊക്കെ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ മനസ്സിനെ അവിടെ എത്തിക്കുന്നുണ്ട്. അത് ഈ അച്ഛനെ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു സിനിമ പണ്ടുണ്ടായിരുന്നു കാവ്യമാധവന്റെ. അതിന്റെ അകത്ത് കാവ്യമാധവൻ അമ്മയായിട്ട് മാറുമ്പം ഭർത്താവിനെ മക്കളെ ഒന്നും കാണിക്കാതെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് നടക്കും എന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ ഈ അച്ഛനെ നമ്മൾ ഭയങ്കര പ്രധാനമന്ത്രിക്ക് പോലും ഇല്ല ഇത്രയും ബന്ധവസ്. അതേ അവസ്ഥയാണ്. അച്ഛനെ കാണുമ്പോൾ അസുഖമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചിലരൊക്കെ നമ്മൾ കേൾക്കുന്നത്, സാക്ഷ്യം കേൾക്കുന്നത് വെച്ചാൽ അച്ഛൻ പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടണ്ടെന്നൊക്കെ പറയുമ്പം ഭയങ്കര വേദന. ഇപ്പൊ എന്റെ ഒരു ആന്റീനെയും കൊണ്ടാണ് പോയത്. സ്ക്ലീറോഡെർമ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് നിൽക്കാൻ പോലും മേല. എല്ലാ ഹോസ്പിറ്റലിൽ നിന്ന് റിജക്ട് ചെയ്തപ്പോ പുള്ളിക്കാരിയുടെ മനസ്സിലൊരു അച്ഛനോടൊന്നും കണ്ട് പ്രാർത്ഥിച്ചാൽ ശരിയാകുമെന്നുള്ള രീതിയിൽ പോയതാ. അവിടെ ചെന്നപ്പം ഗുണ്ടകളെ പോലെയാണ് അവിടെ ഉള്ളവർ പെരുമാറുന്നത്. ആദ്യത്തെ തവണ പോയി കാണിച്ചില്ല, രണ്ടാമത്തെ തവണ പോയി കാണിച്ചില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഭയങ്കരമായിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടലിന്റെ ഒക്കെ മുന്നിൽ യാചകർ ചെല്ലുമ്പോൾ ആട്ടിപ്പായിക്കും എന്ന് പറഞ്ഞാൽ അതേ അവസ്ഥയിലാണ് നമ്മൾ ആട്ടിപ്പായിക്കുന്നത്. അപ്പൊ നമുക്ക് മാനസികമായിട്ട് ഒത്തിരി അത് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചേ, നിങ്ങളിവിടെ ദൈവവേലയ്ക്കായിട്ട് നിൽക്കുന്നവരല്ലേ? അപ്പോൾ ഒരു ആത്മീയമായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്രയും മോശമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവുന്നത് ശരിയാണോ? നിങ്ങൾ ഒരുമാതിരി ഗുണ്ടകളെ പോലെ പെരുമാറുന്ന എന്നാന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേ അവരുടെ രീതിയൊക്കെ മാറി. എന്റെ പൊന്നു സഹോദരി, ഈ പൈശാചിക കേന്ദ്രത്തില് ഈ തീവട്ടിക്കൊള്ളക്കാരന്മാരുടെ അടുത്ത് ഇത് ദൈവത്തിന്റെ ആലയമാണ്, മാതാവാന്നൊക്കെ പറഞ്ഞു പോകുന്നു. നമ്മളതൊക്കെ അല്ലേ ശരിക്കും മടലെടുത്തടിക്കേണ്ടത്. കാരണം ഈ പൈശാചിക കേന്ദ്രത്തിൽ എവിടെ ഇതിന് ദൈവമായിട്ട് ഇത് സഹോദരിക്ക് തന്നെ മനസ്സിലായില്ലേ, ദൈവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അവിടെ? പക്ഷെ സാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന ഓരോ സാക്ഷ്യങ്ങള് ഈ വിദേശത്തു നിന്നൊക്കെ ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് അത് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭ്രാന്തുണ്ടോ? അതാ ഞങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ചിന്തിക്കുന്നത്. ഇത്രയും വന്ന ആളുകൾ ഇങ്ങനെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ പറയുമെന്ന് നമ്മൾ സാധാരണക്കാർ ചിന്തിച്ചു പോകും. കാരണം ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ട്. സൗകര്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം അതായത് നമ്മളുടെ മൊത്തം പോപ്പുലേഷൻ കേരളത്തിന്റെ എടുക്കുക ഒരു 3.5 കോടി ജനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പൈശാചിക കേന്ദ്രത്തിൽ പോകുന്ന ഈ 3.5 കോടിയിൽ ഒരു എത്ര ശതമാനങ്ങൾ? ഒരു 1% ഉണ്ടെന്ന് വെച്ചു. ഇവിടെ ബാക്കിയുള്ള എല്ലാ ജനങ്ങളുടെയും നാനാ ജാതി മത സമൂഹത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാം ഓരോ കാര്യങ്ങളും നടക്കുന്നത് ഈ കുറുവാസനത്തിൽ പോയി മറ്റേ ഉടമ്പടി എടുത്തിട്ടാണോ നടക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കുറുവാസനത്തിൽ പോകാത്ത
ആളുകൾക്ക് ഇവിടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ലേ? അതല്ല ഇപ്പൊ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ തന്നെ സഹോദരിയുടെയും എന്റെയും നമ്മളുടെ ഇത്രയും നാളത്തെ ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളിതെല്ലാം കാറിൽ നിലവിളിച്ചിട്ട് കൂവി വിളിച്ചിട്ടാണ് നമുക്ക് ഓരോ സമയത്തും നമുക്ക് ഓരോ കാര്യങ്ങൾ നടന്നേക്കുന്നത്. അതിൻ്റെതായ സമയങ്ങളിൽ നമ്മുടെ നടന്നിട്ടില്ലേ? നമ്മുടെ വിവാഹങ്ങൾ, കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, അതല്ലെങ്കിൽ അവരുടെ പഠനം, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നേടാൻ പറ്റത്തില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചത് ഇതെല്ലാം നമ്മുടെ മിടുക്കൊണ്ടാണോ? അല്ല, നമ്മൾ ആരോട് യാചിച്ചിട്ടില്ല. അതിന്റെ സമയത്ത് നടന്നിട്ടുണ്ട്. ചിലപ്പോൾ അതിന് നമ്മൾ പറയും ദൈവാനുഗ്രഹമാണെന്നോ പലതൊക്കെ പറഞ്ഞ് നമ്മൾ പലതും നമ്മുടെ സമയത്ത് നടത്താൻ നമ്മൾ പലതും നമ്മുടെ പല ക്രെഡിറ്റും പലർക്കും നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഇതുപോലെ മനുഷ്യന് ഭ്രാന്തായിട്ട് നട്ടഭ്രാന്തായിട്ട് അവനവനിൽ വിശ്വാസമില്ലാത്ത അവന്റെ ഉള്ളിലുള്ള ദൈവിക ചെയ്യുന്നത്തെ ഞാനാണ് ദൈവമെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ഈ പൈശാചിക കേന്ദ്രങ്ങളിൽ ഓടി ദൈവത്തെ സുഖിപ്പിക്കാൻ ഈ ഉടമ്പടി ദൈവം എന്താ മറ്റേ കച്ചവടക്കാരനോ? അവിടെ പോയി ഉടമ്പടി എടുത്താല് അന്നേരം ബാക്കിയുള്ളവരൊക്കെ ദൈവം തട്ടി കാലുകൊണ്ട് അടിച്ചു കളയൂ ബാക്കി ആൾക്കാരെ? സത്യം പറഞ്ഞാൽ ഇപ്പം മൊത്തത്തിലുണ്ടല്ലോ സാറേ, നമ്മളിപ്പം വലിയ ഇതൊന്നും ഇല്ലാത്ത സാധാരണ ആളുകളെ സംബന്ധിച്ച് എന്നാ ചെയ്താൽ എല്ലാം നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇവര് പറയുന്നതും ഒക്കെ കേട്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ദൈവം ഇനി നമ്മളിനി ഇത് തെറ്റിച്ചിട്ട് പ്രശ്നമാവോ? അതേസമയം ഇവർക്ക് ആ ഒരു മര്യാദ ഇവർ പറയുന്നതും ഇവരുടെ പെരുമാറ്റമായിട്ട് യാതൊരു ബന്ധവും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇത്രയും പൈസ അവിടെ വരുന്നതാണ്. ആ പള്ളിയിലെ ആൾക്കാരെ ഉണ്ടല്ലോ മാതാവിന്റെ രൂപമൊക്കെ വെച്ച് പ്രസംഗിക്കുന്നത്, കയറി ചെല്ലുമ്പോൾ ഒരു ബാത്റൂം ഉണ്ട്. എന്റെ പൊന്നു സാറേ, പബ്ലിക് ടോയ്ലറ്റ് ഒന്നും അല്ല. അതാണ് അവസ്ഥ. ഇത്രയും പ്രേക്ഷിതരും ഉണ്ട്. ഇവർക്ക് ഒന്നും അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ മുന്നിൽ കൊണ്ട് ആരെങ്കിലും ബാത്റൂം വെക്കുവോ? അതിന്ന് വരുന്ന മണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര വൃത്തിയായിട്ട് മണം. ഇത് സിംബോളിക്കാ. അവന്റെ ആൾക്കാരെയും അവന്റെ കക്കൂസും എല്ലാം ഒരുപോലെ തന്നെയാ. അതുപോലെ തന്നെ വേറൊരു കാര്യമോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനും അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരുത്തർ നടക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും അച്ഛനെ കാണാനായിട്ട് 9 മണിയാകുമ്പോൾ ഒരു ദിവസം രാവിലെ ചെന്ന ഒരു ദിവസം അവിടെ നമ്മളെ നിർത്തി പുഴുങ്ങി ഒരു ഫാൻ ഇടത്തില്ല, ഒരു വെള്ളമൊക്കെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ തൊണ്ണ പൊട്ടി അതിൽ പകുതിയും മാരക രോഗമായിട്ടുള്ളവരാണ് വരുന്നത് തന്നെ. ഈ ആളുകളുടെ ഭ്രാന്ത് ഇവരെ ഈ പോയി നിൽക്കുന്നതുങ്ങളല്ലേ ഓടിച്ചിട്ട് അടിക്കേണ്ടത്. ഈ കള്ളന്റെ പൈസ ഈ കള്ളനെ കണ്ട അവനാണെ മാരക രോഗിയാ. പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു അനുഭവം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. മറുനാടൻ ഷാജൻ സാറേ ഈ കൃപാസനത്തിനെതിരായിട്ട് പറഞ്ഞപ്പോ അന്ന് പുള്ളിക്കാരൻ പറഞ്ഞില്ലേ ഷാജൻ ഇരുമ്പാണിമേലാ തൊഴിക്കണേന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് കഴിഞ്ഞപ്പോ പുള്ളിക്ക് കുറെ നെഗറ്റീവായിട്ട് കുറെ കാര്യങ്ങളൊക്കെ വന്നു, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലേ? അതാ പറഞ്ഞേ, ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകൾക്കെതിരെയും ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ മനുഷ്യന്റെയും സമയത്ത് ഏത് മനുഷ്യനാണെങ്കിലും അവന്റെ നല്ല സമയമുണ്ടാവും, അവന് ദുരിതകാലം ഉണ്ടാവും, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോവും, രോഗങ്ങൾ വരാം, പീഡകൾ വരാം, കേസുകൾ വരാം. അത് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ നടന്നു പോകുന്ന സാധനമാണ്. അന്നേരം ഇത് അതുകൊണ്ടാണ് എന്ന് ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ കാര്യം ഇരിക്കുന്നത്? എന്നിട്ട് ഷാദിന് എന്ത് പറ്റി? ഷാദിനെ ഇവന്മാരെല്ലാം കൂടെ അങ്ങ് തീർത്തു എന്ന് പറഞ്ഞല്ലോ. ഷാദിന് എന്ത് പറ്റി? എന്നിട്ട് ഇന്ന് ഷാദിന് അതിനേക്കാളും നന്നായി പോകുന്നില്ലേ? അല്ല, പുള്ളിക്കാരൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം എന്തോ പുസ്തക പ്രകാശം എന്തോ കാര്യത്തിന് പുള്ളിയുടെ കൂടെ ഒപ്പം നിന്ന് ഫോട്ടോ കണ്ടു. അപ്പൊ നമ്മൾ ഓർക്കാം ഷാജൻ വരെ അതിന്റെ അകത്തോട്ട് ചെന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി വിമർശിച്ചിട്ട് അവരുമായിട്ട് സഹകരിക്കാന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കൂല്ലേ സ്വാഭാവികമായിട്ട്. ഇന്നിപ്പോ എന്റെ അമ്മ ഇതിരുന്ന് വായിച്ചിട്ട് അപ്പൊ അമ്മ ഇരുന്ന് ഞങ്ങളിത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പറയുമോ, അപ്പൊ ഞാൻ പറഞ്ഞു വേറൊരു കാര്യമുണ്ട് അമ്മേ, അപ്പൊ നമ്മൾ ദൈവത്തെ ധിക്കരിക്കും അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പാവം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുനിൽ സാർ എന്നേ മരിച്ചു പോകേണ്ടതാ. എനിക്കുണ്ടാകുന്ന ദുരിതമല്ല ഞാൻ ഇന്ന് തലപൊട്ടി മരിക്കും അല്ലെങ്കിൽ മറ്റേതാകും. എനിക്ക് ഞാൻ മാരകരോ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് ഇരിക്കുക ആൾക്കാര്, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാ. പക്ഷെ ഈ കള്ളന്മാരെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവര് ഇതൊരു എന്നാ പറയണേ, നമുക്ക് എല്ലാവർക്കും അറിയാം സാറേ, ആത്മീയത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബിസിനസ് ആയിട്ട് മാറി. നമ്മുടെ നാട്ടിലുള്ള ഞാൻ ഉൾപ്പെടുന്ന ഒരു സത്യം അന്ധവിശ്വാസം അല്ലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം താങ്ങാൻ പറ്റാത്തത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എവിടെ ചെന്നാലും ആശ്വാസം കിട്ടണമെന്ന് ചിന്തിക്കും. സത്യം അത്. പക്ഷെ എന്നാൽ പോലെ അത് ഇവര് നല്ലവണ്ണം മുതലെടുക്കുക. ഈ അച്ഛനെ എന്തിനാ ഇത്ര പ്രൊട്ടക്ഷൻ കൊടുക്കണേ? അച്ഛനെ നമ്മൾക്ക് കാണാൻ പറ്റില്ല. അതുപോലെ എല്ലാവരുടെയും ഇടയിൽ കിടന്ന് വിരകുന്ന ഒരുത്തിന് വില കാണുമോ? അന്നേരം ഇതിനാണ് ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഈസിലി ആക്സസബിൾ ആകരുത്. നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നമ്മുടെ കൈവാക്കിലുള്ള അല്ലെ നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്ന അടുത്തിടപെടാൻ കിട്ടുന്നതിനോട് നമുക്ക് ഒരിക്കലും വില കാണത്തില്ല. അതേസമയം ഇങ്ങനെ കെട്ടുകേഴ്വി അടിച്ചുവിടുക, ഇങ്ങനെ അയാൾ ഭയങ്കരമാണ്, അയാൾ അടുത്ത് പോയി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഉണ്ടാകും, അയാൾ തൊട്ടാൽ മതി സൗഖ്യമാകും, ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇയാൾ അവൈലബിൾ അല്ലാതാക്കി കഴിയുമ്പോഴേ അയാൾക്ക് വില ഉണ്ടാകത്തുള്ളൂ. ആ പണി അവിടെ ചെയ്തത്
അതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ടി വിയിൽ ഇങ്ങനെ പറയുന്നത് അച്ഛന്റെ ടോക്ക് വെക്കുമല്ലാതെ ഒരിക്കൽ പോലും അച്ഛനെ നമ്മൾ കാണാനില്ല. അപ്പൊ ഈ ലൈവായിട്ട് വില പോയില്ലേ? അയാള് വന്ന് അയാള് കണാ കുണാന്ന് വർത്താനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് തന്നെ അയാളുടെ വില പോകത്തില്ലേ? ഇവനാണോ മറ്റേ പാതിരി ആളുകൾ മനസ്സിൽ വിചാരിക്കത്തില്ലേ? ഇങ്ങനെ മുന്നിലത്തെ ചൊവ്വാഴ്ചയാണ് കൃപാസനത്തിൽ ഞാൻ പോയത്, എന്റെ ആന്റീനയായിട്ട് പോയത്. അപ്പൊ ആ ഒരു മനുഷ്യന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് പോലും അവരൊരു മനസാക്ഷി കാണിച്ചില്ല. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഈ അച്ഛന്റെ ഓൺലൈൻ ധ്യാനം ഉള്ളത്. അപ്പൊ ഞങ്ങൾ അവിടെ ഓൺലൈൻ ലൈവ് കാണിക്കുന്നത് 11:30. അച്ഛന്റെ ആൾക്കാരെ സംഭവം എല്ലാം അവിടുത്തെ ഏതാ കാണിക്കുന്നത്. പക്ഷെ ലൈവ് നടക്കുന്നുണ്ട്, അച്ഛൻ അവിടെ എങ്ങും ആ പരിസരത്തില്ല. അപ്പൊ ഇത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കാണിക്കണമായിരിക്കും. പ്ലേ ബാക്കാ നടത്തുന്നത്, വെറും പറ്റിയില്ല നടത്തുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഇത് തിരിച്ചറിയും. ഇപ്പം മനുഷ്യർ ഇത് കേൾക്കുമ്പോൾ, ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ എന്ന് പറയുമ്പോൾ, അതായത് ഭയങ്കര ഇതായിട്ട് അവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത്രയൊക്കെ സംഭവിച്ചോ. നമ്മൾ ദൈവത്തെ ഒരിക്കലും തള്ളി പറയില്ല, അതുള്ളതാ. മാതാവും ഈശോയും കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദൈവത്തെ നമ്മൾ തള്ളി പറയാൻ പാടില്ല, നമുക്ക് ദൈവത്തെ തള്ളി പറയാനും പറ്റത്തില്ല. പക്ഷെ ഇവൻ കള്ളനാന്നും ഇവൻ പെരും കള്ളനാന്നും ഇതുപോലെ വിശ്വാസികളുടെ ഇല്ലായ്മയും അവന്റെ മാനസികാവസ്ഥയും ചൂഷണം ചെയ്യുന്ന പരാന്നജീവിയാണ് ഈ കന്നുകാലിയേക്കാളും നികൃഷ്ടനായ ഈ കള്ളപ്പാതിരി എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. അത് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം, നിങ്ങൾ കണ്ട അനുഭവം. ഞാനിപ്പോ ഇത് കണ്ടപ്പോ തന്നെ സാറിനെ വിളിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് പറയാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇപ്പം ആരെയും തകർക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു സാധാരണപ്പെട്ട ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക് ഇവരെ തകർക്കാനോ ഒന്നും ഉള്ള ഒരു ഉദ്ദേശമോ ലക്ഷ്യമോ വെച്ചിട്ടല്ല. പക്ഷെ അവരങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്നതൊക്കെ സത്യസന്ധമായിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആളുകൾ അതുപോലെ നമ്മളോട് പെരുമാറണം. കരുണയൊക്കെ വേണമെന്ന് അവർ പറയും. അവിടെ ചെന്നാൽ ഒരു കരുണ ആരുടെയും ഭാഗത്തുനിന്നില്ല. ഈ എന്തൊക്കെ പിടിച്ചു നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചു അവിടെ? നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മളെ കൊണ്ട് 100 രൂപ കൊടുത്ത് ഒരു പേപ്പർ തരും, ഒരു സ്ലിപ്പ് തരും ഉടമ്പടിയുടെ. ഇതിന് ഉടമ്പടിക്ക് 100 രൂപയോ? ഉടമ്പടി. ദൈവം അത്ര തെണ്ടിയാണെന്ന് ഓർത്ത് ഇവന്മാരെ ദൈവത്തെ തെണ്ടിയാക്കല്ലേ 100 രൂപ ഉടമ്പടി മേടിക്കുന്ന ദൈവം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഉടമ്പടി പേപ്പർ മേടിച്ചിട്ട് 7 മണിക്കത്തെയോ 7:30 ഒരു ക്ലാസ്സിന് കയറ്റി വിടും. 1.5 മണിക്കൂർ ഇങ്ങനെ റെക്കോർഡ് ഇങ്ങനെ കാണിക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയും. സംഭവമൊക്കെ ശരി. 5:30 എഴുന്നേറ്റ് തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ 5:30 എന്നുള്ളത് സാധാരണ ഇപ്പൊ ഞാൻ പറയാം, എനിക്കാണെങ്കിൽ ഭയങ്കര അലർജി ഉണ്ട്, രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല, ചിലപ്പോൾ 5:30 എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ തോന്നും അയ്യോ നമ്മൾ 5:30 എണീറ്റില്ല, ഇനി ഇപ്പൊ പ്രശ്നമാവുമെന്ന് നമുക്കറിയാതെ നമുക്ക് ടെൻഷനായി പോവാം. ഒരു മനുഷ്യനും, അതായത് ഒരു മനുഷ്യജന്മത്തിന് പാലിക്കാൻ പറ്റാത്ത പല ചിട്ടവട്ടങ്ങൾ. കാരണം എന്നറിയാമോ, നിങ്ങൾ ഉദ്ദേശിച്ച ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പിനകത്ത് ഏർപ്പെട്ടിട്ട് നിങ്ങൾക്ക് അത് സാധിക്കാതെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സ് തന്നെ പറയും നിങ്ങൾ 5:30 എഴുന്നേക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇയാൾ തന്ന ഉപ്പ് വായിലിടാത്തതുകൊണ്ടാണ്, ഇയാൾ തന്ന എണ്ണ ദേഹത്ത് പുരട്ടാത്തതുകൊണ്ടാണ്, അല്ലെ മറ്റേ സാധനം കത്തിക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മളെ തന്നെ ഒരു കൺക്ലൂഷനെത്തും. ഇത് നടക്കാതെ പോയത് എന്റെ പ്രശ്നം കൊണ്ടാണ്. അത് അങ്ങനെ അവര് പറയും. അച്ഛന്റെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മളെ അച്ഛൻ പറയുന്ന ചില പിശാചുക്കളുണ്ട് ഇങ്ങനെ വന്നോളും, ഞാൻ പറയും പൊക്ക വിട്ടോളം പറയും അങ്ങനെയൊക്കെ. അതായത് അച്ഛന്റെ സംസാരത്തിൽ തന്നെ ഭയങ്കര ധാർഷ്ട്യം തോന്നും ചില പ്രസംഗമൊക്കെ കേൾക്കുമ്പോ. അപ്പൊ അച്ഛൻ ആരെങ്കിലും സത്യം എടാ കള്ളപ്പാതിരി നീ കള്ളനല്ലടാന്ന് പോലും ചെവി ചോദിച്ചു കാണും. അതാണ് പിശാചെന്ന് നമ്മൾ വിളിച്ചത്. ഇവൻ സാത്താൻ നൈറ്റി ഇട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തർ ചെന്നിട്ട് ഉടമ്പടി എടുക്കും, എന്നിട്ട് ചുമ്മാ ഓരോന്നും കാണിച്ചു. ഇതിപ്പോ ഞങ്ങൾ ചെന്നപ്പോ സാറ് കേട്ടോണ്ടോ ഈ അച്ഛനെ ഒന്ന് കാണണം. എന്തോ ആട്ടെ, ഇനി നമ്മുടെ അന്ധവിശ്വാസം അല്ലെ നമ്മുടെ തെറ്റോ തന്നെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരാള് തീരെ വയ്യ, 3 അതായത് ആസ്റ്റർ മെഡിസിറ്റിന്നും ലൂർദിന്നും പിന്നെ ബാക്കി എവിടെയൊക്കെ അവര് വേറൊരു ഇതിന് സ്ഥിരം കാണിക്കുന്നിടത്തുനിന്നും ഒക്കെ മരുന്നൊന്നും ഇനി ഇല്ല, ഇനി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞ് വിട്ടു. ഈ സ്ക്ലിയറോഡെർമ എന്ന് പറയുന്ന വാദസംബന്ധമായ ഒരു അസുഖമാണ്. ഇത് അകത്തെ അവയവങ്ങളൊക്കെ കട്ടിപിടിച്ച് ഭയങ്കര പെയിൻഫുള്ളാണ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു ഇത്ര കാലമൊക്കെ എങ്ങനെയൊക്കെ സഫർ ചെയ്ത് ഇപ്പൊ ആയപ്പോൾ ഒരു മെഡിസിനും ഇല്ല, അത്ര കടന്ന് കഷ്ടപ്പെടുക വേദന കൊണ്ട്. അപ്പൊ ഈ അച്ഛനെ ഒന്ന് കണ്ടാൽ ചിലപ്പോൾ അവരുടെ വിശ്വാസമായിരിക്കും, എന്തും ആയിക്കോട്ടെ, ഇനി അന്ധവിശ്വാസമാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് ചെല്ലുമ്പം ഒരാളെ കാണുമ്പോൾ ഇത്ര ദൈന്യമാ. അപ്പൊ പറയുക നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ആന്റി എന്റെ അപ്പന്റെ പെങ്ങളാ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആന്റി ഉടമ്പടി എടുത്തിട്ട് ആന്റിക്ക് ആശുപത്രി കേസൊക്കെ വന്നപ്പോൾ അത് പൂർത്തിയാക്കാൻ പറ്റില്ല. 3 മാസം അതിന്റെ സമയം. 3 മാസം കഴിഞ്ഞാൽ വീണ്ടും പുതുക്കണം. പുതുക്കുമ്പോ എങ്ങനെയാ വെച്ചാൽ വീണ്ടും 100 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞ് വരുമ്പോഴേ 3 കേട്ട് പത്രം എടുത്ത് തരും. 3 മാതാവ് പറ്റുപടി ബുക്കൊക്കെ ആയിട്ടിരിക്കുക. കറക്റ്റ് 3 മാസമായോ അതിന്റെ കാലാവധി കഴിഞ്ഞോ അടുത്ത 100 രൂപയ്ക്ക് വേണ്ടി ഈ പത്രം കൊടുക്കണം. ഈ പത്രം ഇനി എത്താൻ ഒരു സ്ഥലം ബാക്കിയില്ല. നമ്മൾ ഈ പത്രം സാറിന് അറിയാലോ, ഇപ്പൊ കാര്യം നമ്മൾ മുസ്ലിംസിന് കൊണ്ട് ഈ പത്രം കൊടുക്കാൻ ഇവര് പറയും. നമ്മൾ കൊണ്ട് കൊടുത്തു നോക്കിക്കേ, അവര് നമ്മളെ വേറെ വർഗീയത ആളി കത്തിക്കാനായിട്ട് അവര് നോക്കും നമ്മളത് കൊടുത്തതിന്റെ പേരില്. പത്രം കൊടുക്കാൻ പറയുമോ? അന്യജാതിക്കാരിലോട്ട്, അതായത് സുവിശേഷം പ്രസംഗിക്കണം.
നമ്മൾ അന്യജാതിക്കാർ അങ്ങനെ മുസ്ലിംസിന് കൊണ്ട് കൊടുക്കാനല്ല പറയുന്നത്. അപ്പൊ അവര് ചിലര് വന്നിട്ട് പറയും എല്ലാ മതക്കാർക്കും കൊണ്ട് കൊടുക്കും, ഞങ്ങൾ ഇങ്ങനെവർക്കുള്ള കൊടുത്തു എന്നൊക്കെ പറയേ. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല മറ്റുള്ളവരിലോട്ട് ഈ മാതാവിനെ എത്തിക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഏരിയ മുഴുവൻ മുസ്ലിംസാണ്. ഞാൻ ഈ പത്രമായിട്ട് അവരുടെ അടുത്ത് അവരെന്റെ കർണക്കുറ്റി വെച്ച് അടിക്കും. അവർക്ക് അവരുടേത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീ തന്നെ ഇത് തല ചുമന്നുകൊണ്ട് കൊറാന്ന് പറയാത്തത്? ഈ പത്രം മേടിച്ച് പത്രം കാരണം ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്കത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ആരെങ്കിലും ചോദിച്ചോ ഇത് കൊടുക്കൂന്നല്ലാതെ ഇങ്ങനെ ഇതിനായിട്ടൊന്നും ഇറങ്ങാൻ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഈ 6 കെട്ട് പത്രം എന്റെ വീട്ടിൽ. മറ്റുള്ള ജനങ്ങളെ കൂടെ ദൈവശാപം കിട്ടും, മറ്റുള്ളവരെ കൂടെ ഈ പൈശാചിക കേന്ദ്രത്തിലേക്ക് തള്ളിവിട്ടാൽ അതിന്റെ ശാപം കൂടെ നിങ്ങൾക്ക് കിട്ടും. വെറുതെ പാവപ്പെട്ട ജനങ്ങളെ ഈ അന്ധവിശ്വാസത്തിലാക്കി അവരെ കുഴിയിലാക്കരുത്. അതുപോലെ നമ്മളൊന്ന് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ മുഖത്തടിച്ചോണക്കാണ് ഭയങ്കര. ഈ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഈ കടുവയൊക്കെ ഇറുമുന്ന പോലെയാണ് ഈ ചില്ലുകൂട്ടിൽ ഇവരിരുന്ന് ഇറുമുന്നത് നമ്മുടെ നേരെ. ഒന്നോടെ ഒരു കാര്യം നമ്മൾ കേട്ടില്ലെങ്കിൽ, ക്ലിയർ ആയിട്ട് കേട്ടില്ല, ഒന്നോടെ എടുത്ത് ചോദിച്ചാൽ അവർക്ക് അപ്പം ഇഷ്ടക്കേട് വരും. അവർ ഈ വായിൽ വെച്ച് സംസാരിക്കും. നമ്മൾ വേണേൽ ചെവി ഓർത്ത് കേട്ടെടുത്തോളണം. അതുപോലെ ചിലരൊക്കെ ഉണ്ട് മനസ്സായിട്ടൊക്കെ വന്ന് നിൽക്കുന്ന പാവങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഈ പൊസിഷനൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കുന്നവർ ഇതാണ് പരിപാടി. അതിനുശേഷം അവിടെ ഒരു മനുഷ്യരുടെ മുഖത്ത് ഏറ്റവും വലിയതാ, ഇത്രയും ആത്മീയത ഇത്രയും പ്രാർത്ഥനയുള്ളിടത്ത് ഒരു മനുഷ്യന്റെ മുഖത്ത് ഒരു ചിരി കാണാനില്ലെന്നുള്ളതാണ്. അതായത് ഈ വിശ്വാസികളെ ആത്മീയതയിലേക്ക് പൂട്ടി അവനെ നരകത്തിലേക്ക് വിടുന്ന പണിയാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ പിന്നെ എങ്ങനെ ചിരിക്കും? ഗൺമാന്മാരൊക്കെ നിൽക്കില്ലേ ഈ മസിൽ പിടിക്കുമ്പോൾ മുഖത്തെ പേശികളൊക്കെ വലിഞ്ഞു മുറിയെന്ന് പറയില്ലേ, അതേ അവസ്ഥയാണ്. ഒരാളിൽ നിന്ന് ഒരു ചിരിയോ സന്തോഷമോ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവർ അച്ഛനെ ഈ പ്രസംഗം എതിലെയോ ആനയിച്ച് കൊണ്ടുപോയിട്ട് അച്ഛനെ എതിലം വഴിയൊക്കെയോ ഏതോ പുറകിക്കടെ ഒരു മുറിയുണ്ട്, അവിടെ ഒന്നും നമുക്ക് കയറാനൊന്നും സൗകര്യമില്ല. അതിലേ കൊണ്ടുവന്ന് അച്ഛന്റെ മുറിക്കകത്ത് ഇവർ കയറ്റും. പിന്നെ ഇവര് നമ്മളെ 9 മണി മുതൽ ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കുക. അപ്പം നമുക്ക് പേപ്പറുകൾ വ്യക്തമായ ആശുപത്രിയാണ് അതിന്റെ രേഖ കാണിക്കണം, ICUവിലാണെങ്കിൽ അതിന്റെ ഫോട്ടോ കാണിക്കണം, അല്ല വീഡിയോ കാണിക്കണം ICU കിടക്കുക എന്നുള്ളതിന്റെ. ഇപ്പൊ ചിലർക്ക് തെളിവൊന്നും കാണില്ല കാണിക്കാൻ, കറക്റ്റ് ആയിട്ടൊരു പേപ്പർ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവർക്ക് ആവശ്യങ്ങൾ അത്യാവശ്യമായിരിക്കും. ഇവിടെ ഇങ്ങനെ പറ്റുള്ളൂ. OET എക്സാം എഴുതുന്നവർക്കും IELTS എഴുതുന്നവർക്കുമാണ് അവിടെ പ്രാധാന്യം. അല്ലാത്തവർക്കൊന്നും അവിടെ ഒരു ഇതുമില്ല. പിന്നെ നമ്മളിപ്പോ അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വെളിയിൽ പോയി കഴിഞ്ഞാല് ഈ പോകുന്ന ആളുകളുടെ മനസ്സിൽ എപ്പോഴും കിടക്കും, അയ്യോ ഇവരുടെ അനുഗ്രഹം കൊണ്ടാ, പാതിരിയുടെ ഈ കള്ളന്റെ പ്രാർത്ഥന കൊണ്ടാ എനിക്ക് വിദേശത്ത് പോകാൻ പറ്റിയെന്ന് പറഞ്ഞ് ആദ്യത്തെ ശമ്പളം ഒക്കെ അങ്ങോട്ട് കൊടുക്കും. 3-4 ലക്ഷം രൂപ ശമ്പളം ഉള്ളവർ ആദ്യത്തെ ശമ്പളം കൊടുത്തു കഴിയുമ്പോൾ ഇതാണ് ലാഭകരം. അതുകൊണ്ടാണ് ഈ OET IELTS ആർക്കൊക്കെ മുൻഗണന കൊടുക്കുന്നത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ചേച്ചി അവർക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പൈസയാ, ആ പൈസ അവർക്ക് കിട്ടി. ഉടനെ അവർ അതിന്റെ ഒരു വീതം കൊണ്ട് അവർ കൊടുത്തു. ഈ പൈസ കൊടുക്കുന്നവരെ പിന്നെ ഈ NRIs ആയിട്ട് വരുന്നവർ അവരെയൊക്കെ കാണുമ്പോൾ അറിയാലോ. അപ്പൊ നമ്മളൊക്കെ ചെന്നാൽ തൊലിയും കറുത്തല്ലേ, നമ്മൾ വലിയ ഭംഗിയൊന്നുമില്ല, നമ്മളെ കണ്ടാല് ഈ നാടൻ പട്ടിയും അല്ലാത്ത വിലയ്ക്ക് മേടിക്കുന്ന പട്ടിയും തമ്മിലുള്ള വ്യത്യാസമില്ല എന്ന് പറഞ്ഞാണ് ഇരിക്കും. നമ്മളെ കാണുമ്പോഴേ അവർക്കറിയാമോ ഇവരുടെ കയ്യിൽ നിന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പൊ നമ്മളെ പട്ടികളോട് കാണിക്കണം, മാറി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ആട്ടിപ്പായിക്കുക. അതേസമയം ഒരു പേപ്പർ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഇച്ചിരി ഈ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് കണ്ടാൽ തന്നെ അറിയാലോ അങ്ങനെയുള്ളവരെയൊക്കെ. അവരെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിലും അവരുടെ സ്റ്റൈലിലും അവരുടെ സംസാരത്തിലും ഇംഗ്ലീഷൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ നല്ല പൈസ ഉള്ളവരാണ്, കാണുമ്പോൾ തന്നെ അറിയാം വിദേശത്തുനിന്ന്. അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല, അവരൊക്കെ വരുന്നു പെട്ടെന്ന് കയറി കാണിക്കുന്നു. പിന്നെ അച്ഛന്റെ അടുത്ത് താല്പര്യമുള്ളവർ അല്ല അച്ഛനെ ഇങ്ങനെ ഇതിന്റെയൊക്കെ എല്ലായിടത്തും ഈ പിൻവാതിൽ നിയമനം എന്ന് പറഞ്ഞ നമുക്ക് കുറെ പേരൊക്കെ അച്ഛനെ കാണുന്നു. നമ്മളെ പോലെയുള്ളവര് ഇവിടുന്ന് നിങ്ങൾ ഭാഗ്യം, കള്ളനെ കാണാതിരുന്നവർ ഭാഗ്യവാന്മാർ. പിന്നെ അച്ഛനൊന്നും വിളിക്കരുത്. നമ്മുടെ അപ്പനെ നമ്മൾ വിളിക്കേണ്ട പേര് ഈ കള്ളനെ, ഈ നൈറ്റി ഇട്ട് കിടക്കുന്ന ഈ പാതിരിപ്പാമ്പിനെ ഒന്നും അച്ഛന്നൊന്നും വിശേഷണം കൊടുക്കരുത്. ഇവൻ ആരുടെ അച്ഛൻ? ബയോളജിക്കലി പോലും ഒരു അച്ഛനായിട്ട് എന്താ പറയുക പബ്ലിക്കലി ആയിട്ടുണ്ടോ? ഞാനിപ്പോ എന്റെ ഒരു ഞാൻ പേഴ്സണലി ഞാനൊന്നും ആരെയും പറയണില്ല. സത്യസന്ധമായിട്ട് എനിക്ക് അങ്ങനെ പറയാൻ സാറ് പറയാൻ നമുക്ക് അത്രത്തോളം പറയാൻ എന്റെ മനസ്സനുവദിക്കില്ല. എന്നാൽ പോലും ഞാൻ പറയാം, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്റെ മനസ്സിൽ തോന്നി ഇത്രയൊക്കെ പ്രസംഗിക്കുന്ന ഒരു അച്ഛൻ എന്താ ആ ആൾക്കാരെയൊക്കെ നിയന്ത്രിച്ച് അല്ലെ വരുന്നവരോട് ഒരു മൃദുവായ ഒരു സമീപനം വേണം, അല്ലെ ഇങ്ങനെ പെരുമാറരുതെന്നും. പ്രേക്ഷകർക്കെതിരെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ ചിലപ്പോൾ പറയുന്ന കേൾക്കാം. നമ്മൾ അതുകൊണ്ട് ആരെയും പറഞ്ഞിട്ട് അവിടെ വല്ലോ. അതുപോലെ ഉണ്ടല്ലോ എന്റെ വേറെ ഒരു ആന്റിയൊക്കെ തിരുവമ്പാടി വയനാട്ടിൽ നിന്ന് വണ്ടിയും വിളിച്ചു വന്നപ്പം ഡേറ്റ് കഴിഞ്ഞു പോയി, അപ്പൊ സമയം കഴിഞ്ഞു പോയി എന്നും പറഞ്ഞ് അത്രയും ദൂരേന്ന് വന്നിട്ട് 10-12 പേരൊരു ഗ്രൂപ്പായിട്ട് വന്നത് അവരെ അന്നും തിരിച്ചു പറഞ്ഞു വിട്ടു. ദൂരം ഒന്നും നമ്മുടെ അവസ്ഥയോ നമ്മുടെ ദൂരോ പ്രശ്നം ഒന്നും അങ്ങനെ തന്നെ വേണം. ഈ പൈശാചിക കൂടാരത്തില് ദൈവത്തെ അവമാനിക്കാൻ പോയ അവർക്ക് എന്നിട്ട് പോലും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്
അമ്മ പറയാം അത് തന്നെ വേണം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന്. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. ഈ കള്ളന്റെയോ ഈ 100 രൂപയ്ക്ക് പൈസ മേടിച്ച് പ്രാർത്ഥിക്കുന്ന ഇവൻ തെണ്ടിയാണ്. ഇവന് ക്രിസ്തുവായിട്ടോ ക്രൈസ്തവ ഇതുമായിട്ടോ യാതൊരു ബന്ധമില്ല. ഇവനും വഴിയിലിരിക്കുന്ന തെണ്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കുന്നത്? ഇത് പറഞ്ഞ ഇവൻ നൈറ്റിട്ട് നിൽക്കുന്ന വെറും തെണ്ടി എന്ന് മാത്രമേ ഇവനെ പറയാൻ പറ്റത്തുള്ളൂ. ഇവൻ ആളുകളെ പറ്റിക്കുന്ന പൈശാചിക രൂപമാണ് ഇവൻ. അതുപോലെ തന്നെ വേറൊരു ഇപ്പൊ ഒരാളുടെ ഇതെന്നല്ല, നമ്മൾ ഈ കുർബാന സ്വീകരിക്കുന്നത് ഇപ്പൊ ഞങ്ങള് ഇത് ചങ്ങനാശ്ശേരി രൂപതയാ. അപ്പൊ ഞങ്ങക്ക് എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ തരുമല്ലോ. അപ്പൊ മറ്റുള്ളതിനെ എനിക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് തരുന്നത് ഈ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആണെന്നും പറഞ്ഞാണ് ഇത് നമുക്ക് തരുന്നത്. എല്ലാ ദിവസവും ഈ വിശുദ്ധ കുർബാന മാത്രം തരും. അത് ഇറക്കുമ്പോൾ നമ്മുടെ അണ്ണാച്ചി പറ്റി പിടിച്ച് നമുക്ക് ഇറക്കാൻ പാടാ. അവരത് അപ്പൊ വീഞ്ഞില് മുക്കിയല്ലേ തരണ്ടേ, അത് തരില്ല. അപ്പൊ ഞാനൊരു ദിവസം കുടിക്കണ്ടേ? കൊള്ളാം. നിങ്ങൾക്കൊക്കെ ഈ വരുന്ന ആളുകൾക്കെല്ലാം വീഞ്ഞ് കൊടുത്ത് അവന്മാർ തെണ്ടി പോകത്തില്ല. ഇവന്മാർ പിന്നെ എടുത്തിട്ട് കുടിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റർടൈൻമെന്റ് ആയത്. ഞാൻ ചോദിച്ചു, അച്ഛ ഈശോയുടെ തിരുശരീരവും തിരുരക്താണെന്നും പറഞ്ഞല്ലേ നിങ്ങൾ ഇത് തരുന്നേ? അങ്ങനെ ആവുമ്പോ ഈ ശരീരം മാത്രം തരുന്ന എന്നാ, രക്തം തരാത്ത എന്നാന്ന് ചോദിച്ചപ്പോ പറയുവാണ് അത് അന്നേരം മുറിക്കുന്ന ഒരു ഇതല്ലേ. അപ്പൊ ഒരു മുറിവേക്കുന്ന ഒരു ശരീരത്തിന് ബ്ലഡും ഇതും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അത് ആ ഒരു കൺസെപ്റ്റിലാണ്. അപ്പൊ പിന്നെ എന്താ അവരത് തിന്നാതെ വീഞ്ഞെടുത്ത് കുടിക്കണേ എന്തിനാ? അവർക്ക് ഇതൊക്കെ ചോദിക്കാൻ പോയാ ഇവന്റെ ഒക്കെ ഉണ്ടല്ലോ, ആ നൈറ്റി വലിച്ച് പറിച്ച് ഇവനൊക്കെ ആളുകളൊക്കെ ചോദിക്കും. ഇവനൊക്കെ വെറും പൈശാചികമായിട്ടുള്ള ക്രിസ്തുവിനെ അറിയാത്ത നാടക നടന്മാരെ ആണെങ്കിൽ അത് ആർട്ടിസ്റ്റുകൾ എന്തെങ്കിലും വിളിക്കാം. എന്നാ പറയാനാ, നമുക്കൊരു ജീവിതവും തന്നിട്ട് ഒന്നേ ക്രിസ്ത്യാനി അല്ലെ ഹിന്ദു മുസ്ലിം. ഹിന്ദുക്കൾക്ക് അത്രയും പ്രശ്നമില്ല. അവരെല്ലായിടത്തും പോകും, എല്ലായിടത്തും അവരോട് ആരും ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുതെന്ന് പറയാറില്ല. എനിക്കറിയാവുന്നവരൊക്കെ എല്ലായിടത്തും പോകും, അവർക്ക് എല്ലായിടത്തും വിശ്വാസം. നമുക്കാണെങ്കിലോ നമ്മൾ എവിടെയായാലും ഒന്ന് പോയോ അപ്പൊ പ്രശ്നമായി, അവിടെ മാത്രമേ പോകും. നിങ്ങളുടെ പോക്കറ്റിലുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ ചെറുപ്പത്തിലെ തന്നെ ഇങ്ങനെ ഒരു ഇത് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പൂജിച്ച വസ്തുക്കൾ മേടിക്കരുതെന്ന് പറയും. അപ്പൊ അടുത്തൊന്ന് ആരെങ്കിലും ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോ ഇത് തരുമ്പോ ഇത് കഴിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും അപ്പൊ ഇത് മനസ്സിലോട്ട് വരികയോ ഇനി ഇത് കഴിച്ചിട്ട് പ്രശ്നമായാലോ, ഇങ്ങനെയാണല്ലോ പറഞ്ഞേക്കണേ. അപ്പൊ അവരോട് പിണക്കാതെ അവരോട് അത് മേടിച്ചിട്ട് കഴിക്കത്തില്ല, കളയും. അവർക്ക് വിഷമാക്കണ്ടല്ലോ എന്ന് ഓർത്ത്. പിന്നെ അതുപോലെ തന്നെ ഇവര് ചെയ്യണതിലൊന്നും ഒരു തെറ്റില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളയടിച്ച കുഴിമാടങ്ങളെന്ന് യേശു വിളിച്ചേക്കണം ഇവരെ തന്നെയാ അല്ലെ? എന്നിട്ട് ആ യേശുവിന്റെ പേരിൽ ഏറ്റവും കൂടുതലും പൈസയുടെ പോട്ടെ, ഏറ്റവും കൂടുതലും അവരാണ് യേശുവിന്റെ അടുത്ത ആളെന്നുള്ള രീതിയിൽ ഈശോയെ ഏറ്റവും കൂടുതലും ദുഷിച്ചത് പുരോഹിതന്മാരാണ് അല്ലെ? എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരെയും അടച്ചു പറയണല്ലോ കേട്ടോ. അങ്ങനെയൊന്നും പറയാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. നല്ല ഒരുപാട് പേരുണ്ട്, അല്ല അതിന്റെ അർത്ഥം അറിഞ്ഞു നല്ല രീതിയിൽ പോണ ഒരുപാട് അച്ഛന്മാരുണ്ട്. പക്ഷെ ഇത് ബിസിനസ് ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നു ഇതെന്നെ അപ്പൊ ഈശോ ഈ ബിസിനസ് ഈ മാതാവാണെങ്കിൽ ഇവിടെ നടക്കുന്ന അകൃത്യം കാണും. ഞാൻ ഒരു ദിവസം അവിടെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്റെ മാതാവേ ഇത്രയൊക്കെ അപമാനിച്ച് ആട്ടിപ്പായിക്കാനും നിന്റെ അടുത്തോട്ടൊന്ന് വന്നു, അപ്പൊ ആ അച്ഛനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഇതുപോലെ കാണിച്ചിട്ട് നീ കാണുന്നില്ലേ മാതാവേ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ശരിക്കും കണ്ണുനീരോട് കൂടിയാ പോകുന്നത്. എനിക്ക് അങ്ങ് മാതാവ് പറഞ്ഞു കേട്ടനെ, നിന്നോട് ആര് പറഞ്ഞു ഈ പൈശാചിക കേന്ദ്രത്തിൽ ഇവിടെ ഉള്ളത് ഞാനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്റെ ഉള്ളിലുള്ള എന്നെ കാണാതെ നീ ഈ കള്ളന്റെ ഈ നൈറ്റ് ഇട്ട് നിൽക്കുന്ന ഈ പേക്കോലത്തിനടുത്ത് നീ എന്തിനാടി വന്നത്? നിനക്കുള്ള ശിക്ഷയായിരുന്നു ദൈവം മാതാവ് പറഞ്ഞു. നമുക്ക് കേൾക്കാം ചെവി ഓർത്താൻ. അത് ശരിയായിരിക്കും. അപ്പൊ അങ്ങനെ അന്നേരം നമ്മൾ അത്രത്തോളം ആളുകളുടെ മുന്നിൽ വെച്ച് നമുക്ക് എത്രയായാലും ഒന്നുണ്ട്. ഇനി നമ്മളോട് തന്നെ ഒരു അടി നമ്മുടെ കർണത്തിന്റെ വന്നാല് നമ്മൾ നോക്കുമ്പോൾ ആരും കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് ഇതാ എത്ര ആള് നിന്നാലും അവര് കേൾക്കാൻ പോയിക്കെ ഇവിടെ നിൽക്കണ്ട, പറഞ്ഞില്ല ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല, വിട്ടേ നിങ്ങളുടെ ഈ പേപ്പറുണ്ടോ, നിങ്ങളുടെ അതിൽ രേഖയുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം അച്ഛനെ കാണാം, ഇല്ല ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ല. നമ്മളെ ഉന്തുവാണോ തള്ളുവാണോ നമുക്ക് തന്നെ അങ്ങ്. അപ്പം നമ്മൾ ഇങ്ങനെ എല്ലാവരും നമ്മളെ നോക്കുന്നു, നമുക്ക് നാണക്കേടും പിന്നെ നമ്മളങ്ങോട്ട് ഈ കട്ട ചുരുളുന്ന പോലെ ചുരുളുന്ന ഒരവസ്ഥയാണ്. അതൊക്കെ എത്രയായാലും ഇനിയിപ്പോൾ എന്നെ ബിസിനസ് ആണെങ്കിലും നടത്തിക്കൊണ്ട് പോകുന്ന അച്ഛൻ അത് നോക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെ? ഒരു ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒഴിവാക്കണം. അച്ഛനറിയാതെ ബിസിനസ് അതെ ഇതിപ്പോ ഇടിച്ചു കയറി അവന്റെ പൈശാചിക കേന്ദ്രത്തിലേക്ക് ആളുകൾ ഇതുപോലെ ഈ മൊണ്ണവിശ്വാസികൾ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റേ മറ്റേ മത്തിച്ചാകര വരുന്ന പോലാണ് എല്ലാം കൂടെ വന്ന് മറിയുന്നത്. അത് മാത്രല്ല പുറത്തോട്ട് ഇറങ്ങുമ്പോ പോലെ ഇതിന്ന് ഇറങ്ങിയിട്ട് ലോട്ടറി എടുത്താൽ അപ്പൊ ഭാഗ്യം അടിക്കും എന്നുള്ള രീതിയിൽ ഒരു 10,000 ലോട്ടറി കച്ചവടക്കാരാണ് കൃപാസനത്തിന്റെ മുന്നിൽ. അതുപോലെ തന്നെ മറ്റേ ഈ കൊന്ത എന്തെങ്കിലുമൊക്കെ വിൽക്കുന്നവര് വേറെ, വിഷക്കാര് വേറെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ മറികടന്ന് നമുക്ക് ബസ് കയറുന്നിടത്തോട്ടൊന്ന് എത്തണമെങ്കിൽ വലിയ പാടാ. ചേട്ടാ എടുക്കുന്നും പറഞ്ഞ് നടക്കുക. അതായത് ആൾക്കാരെടുക്കും. കാരണം ഞങ്ങളിപ്പോ കൃപാസനത്തിൽ നിന്നല്ലേ ഇറങ്ങിയത്.
അപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോ ഒരു ലോട്ടറി എടുത്താൽ ഇപ്പൊ മാതാവിനെ അത് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഇറങ്ങിയതല്ലേ. ഞാന് അന്നേരത്തേക്കും അത് ഞാനൊരു ലോട്ടറി എടുത്തു കേട്ടോ, അങ്ങനെ വിചാരിച്ച്. ഒരു 100 രൂപ പോലും അടിച്ചില്ല, 40 രൂപ പോവുകയും ചെയ്തത്. പിന്നെ ഞാനത് എടുത്തിട്ടില്ല. അല്ല, ഞാൻ ശരിക്കും എനിക്കറിയാം, ഞാൻ അന്ധവിശ്വാസം എന്ന് ഞാൻ പറയണില്ല, എന്റെ അവസ്ഥ കൊണ്ടായിരിക്കും. കാരണം ഈ ആളുകൾ സ്വന്തം കാര്യം നടത്താൻ സാത്താനെങ്കിൽ സാത്താനെ, ദൈവമെങ്കിൽ ദൈവം, ഏതായാലും പോയാൽ ഒരു 10,000 രൂപ എല്ലാം കൂടെ പോകും. ഒന്ന് എത്ര 1000 രൂപ നശിപ്പിച്ച് കളയുന്നു. ഏതായാലും ഒന്ന് ആ വഴി ഒന്ന് പോകാം, ആ വഴി എങ്ങാനും വല്ലതും കിട്ടിയാൽ കിട്ടി എന്ന് പറഞ്ഞ് ഇതുപോലെ 1000 പോകും. 1000 പേര് പോകുമ്പോൾ അതിനകത്ത് ഒരു 10 പേർക്ക് ചിലപ്പം അവന്റെ സ്വാഭാവികമായ ഇതുകൊണ്ട് അവൻ നടക്കും. ഇവൻ വന്ന് സാക്ഷ്യം പറയുമ്പോഴത്തേക്കും ഇത് കണ്ട് വീണ്ടും 1000 അങ്ങോട്ട് തള്ളിമറിയും. നമ്മൾ നോക്കുമ്പോ വീടില്ലാത്തവർക്ക് വീട് കിട്ടി, അല്ലെ വസ്തു ഇല്ലാത്തവർക്ക് വസ്തു കിട്ടി. ഞാനൊക്കെ ആണെങ്കിൽ ഇത്ര കാലമായി 69 വീടായി വാടകയ്ക്ക് താമസിക്കുന്നു. ഇത്ര നാളായിട്ട് സ്വന്തം എന്നും പറഞ്ഞൊരു കിടപ്പാടില്ല. അപ്പം നമുക്ക് മനസ്സിലുണ്ട് ദൈവമേ വാടക വീട് കിട്ടാനുള്ള പാട് ഒരു വശത്ത്. അപ്പൊ അഥവാ ഒരു വാടക വീട് കിട്ടിയാൽ തന്നെ ആ ബ്രോക്കർക്ക് ഒരു മാസത്തെ വാടക കൊടുക്കണം. നമുക്ക് അതിനുള്ള വരുമാനം ഇല്ല. നമ്മൾ കിടന്നുകൊണ്ട് എഴയുക, അതായത് ചോറുള്ള കാശ് വാടക കൊടുത്ത് തീരുന്നു എന്ന് പറയുന്ന അവസ്ഥ. ഒരു നല്ലൊരു എല്ലാവരും ചെയ്യുന്ന കണക്ക് ഒരു നല്ലതൊന്നും ജീവിതത്തിൽ ചെയ്യാനില്ല. എല്ലായ്പ്പോഴും ഇങ്ങനെ സഫർ ചെയ്തോ നമുക്ക് വിധിച്ചിട്ടില്ല, നമുക്കൊന്നും ഇല്ല. എല്ലാവരും ഓരോന്നൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അത്ര ഒന്നും അല്ലെങ്കിലും ഒരു കിടപ്പാടെന്ന് പറയുന്ന ഏതൊരു മനുഷ്യൻ്റെ ഇതാ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ എല്ലാ വഴിയും അടഞ്ഞു. എന്നാൽ ഇനി ഒന്ന് നോക്കാം, ഇവിടെ ചെന്ന് ഉടമ്പടി എടുക്കുമ്പോൾ നടക്കുമായിരിക്കും എന്നോർത്ത് ചെയ്തത് തന്നെയാണ്. പക്ഷേ ഒരു ഉടമ്പടി ഉണ്ടാക്കൽ നടക്കത്തില്ല. നമ്മുടെ ജീവിതാനുഭവത്തിൽ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ചോര നീരാക്കി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഒരു ദൈവവും കൊണ്ട് നൂലെ കെട്ടി ഇറക്കുകയോ ഒരു കുറുവാസന പാതിരിയുടെ വഴിയോ വേറെ ഒരു രീതിയിൽ നമുക്ക് വരൂല. നമ്മുടെ എഫേർട്ട്, നമ്മുടെ കർമ്മം ചെയ്യുക, അതിന് പ്രതിഫലം ഇന്ന് നല്ല നാളെ കിട്ടും. എന്നാണെങ്കിലും നല്ലൊരു എന്നാ പറയുക, ഇവര് നമുക്ക് ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വേറെ ഒന്നും വേണ്ട. ഞാൻ പറയണത് ഇതുവരെയുള്ളത് എന്നും പോട്ടെങ്കിൽ മുടിഞ്ഞാലും മൊത്തം നശിച്ചാലും ഇനിയുള്ള തലമുറയ്ക്ക് മതമില്ലാതിരിക്കാമെങ്കിൽ തന്നെ അവർക്ക് പകുതി മുക്കാലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും അല്ലെ. ഈ മതമാണ് നമുക്ക് ഒരു സമാധാനം തരാത്തത്. നമുക്കൊരു ഇങ്ങനെ അയ്യോ അത് ചെയ്ത പ്രശ്നമാവും, ഇത് ചെയ്ത പ്രശ്നമാവും, പാപം പുണ്യം, എന്നാൽ പാപം അല്ലാതെ വല്ലതും ചെയ്യുന്നുണ്ടോ? അതുമില്ല. ചെയ്തു കൂട്ടണം മുഴുവനും എങ്ങനെ വന്നാലും കറങ്ങി തിരിയുമ്പോൾ അത് പാവത്തിന്റെ ലിസ്റ്റിലേ വരത്തുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ അമ്മയോട് പറയാം, നമുക്ക് ഇവിടെ നരകം, നമ്മൾ അനുഭവിക്കാവുന്നത് മുഴുവൻ അനുഭവിച്ചു. നമ്മൾ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയുന്ന അനുസരിച്ച് ഒരു വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ വിധിക്കുമ്പം നമ്മുടെ ഭൂമിയിലെ പ്രവർത്തികൾക്ക് അനുസരിച്ചാണ് നമുക്ക് സ്വർഗവും നരകവും ഒക്കെ തരുന്നതെന്ന് പറയും. നമ്മൾ ഈ പറഞ്ഞു കൂട്ടുന്നത് നമ്മുടെ അവസ്ഥ ഇപ്പൊ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുന്ന വീട്ടിൽ ഒരിക്കലും തുള്ളിച്ചാടി സന്തോഷിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. അന്നേരം അതിൻ്റെതായ ഇറുമലും അരിശും ഒക്കെ ഉണ്ടാവും നമുക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുത്തരവും തറുതലയും അല്ലെങ്കിൽ തെറിയും ചീത്തയൊക്കെ പറയും. അപ്പൊ എന്നാ അവിടെ ചെല്ലുമ്പോൾ വിധിക്കുമ്പം നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, നീ അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് നീ നരകത്തിലോട്ട് പൊക്കോന്ന് പറയും. അപ്പൊ നമുക്ക് ഇവിടെ നരകം അവിടെ നരകം. ശരിയല്ലേ? ഇത് ഈ പറഞ്ഞ സാധനങ്ങളെ കുറിച്ച് മനുഷ്യന്റെ മനസ്സിൽ ഇതേപോലെ പാപപുണ്യ പാപ ചിന്തകള് പെരുകി സ്വർഗമെന്നും ഉള്ള ഈ ഒരു സാങ്കല്പിക ഇതുമൊക്കെ ഉണ്ടാക്കി ഈ കള്ളന്മാര് നമ്മളെ പറ്റിച്ച് ഇവന്മാർ ഉപജീവനം കഴിയുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും എല്ലാം ഇവിടെ തന്നെ, നമ്മുടെ കർമ്മഫലം അനുസരിച്ച് അതെല്ലാം ഇവിടെ കിട്ടും. എന്നാൽ ഈ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ള ഈ കള്ളന്മാരോടൊന്നാ ഒരു ദിവസം നീ നേരത്തെ പോകാത്തതെന്ന് ചോദിച്ചേ. ചാകാൻ വലിച്ചു കിടക്കുമ്പോഴും വെന്റിലേറ്റർ ഊരരുതേ ഡോക്ടറെ എന്ന് പറയും. അവൻ എന്തുകൊണ്ട് പോകുന്നില്ല? അവനെന്ന് അറിയാം ഇവന് അവര് നല്ല ഫുഡ് കഴിക്കുന്നു, അവര് നല്ല വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, അവർക്ക് വിദേശത്ത് പോകണമെങ്കിൽ വിദേശത്ത് പോകാൻ പറ്റുന്നു, അവര് ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ ആസ്വദിക്കുന്നു. നമ്മളെ പോലെ കുറെ മനുഷ്യര് കാശിന്റെ പാരമ്പര്യമായിട്ട് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് ഇത്രയും ദുരിതവും ദാരിദ്ര്യത്തിനും ഇടയ്ക്കും അതുപോലും പിടിച്ചു പറിച്ച് തിന്നുന്ന ഇവന്മാരെ ഈ പരമ ചെറ്റകളെ എന്താ വിളിക്കേണ്ടത്? എന്നായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം മിനിമം ഒരു യോഗ്യതയില്ലേ? അതെ, അല്ല അതായത് ഒരു ദിവസം നമ്മൾ പോയാൽ 500 രൂപ എങ്ങനെയായാലും ഏറ്റവും കുറഞ്ഞത്. അതായത് 100 രൂപ ഉടമ്പടി എടുക്കാൻ, പിന്നെ 125 രൂപ തിരിക്ക്, പിന്നെ നമുക്ക് വേറെ എന്നാ എങ്ങനെയായാലും നമ്മുടെ വണ്ടിക്കൂലി എല്ലാം ഉൾപ്പെടെ 1000 രൂപ നമുക്ക് പോയി കിട്ടും. ചിലരൊക്കെ ഈ ദൂരെ നിന്നൊക്കെ അല്ലേ വരുന്നത്, തൊട്ടടുത്തുനിന്ന് വരുന്നവരൊന്നും അല്ലല്ലോ. അപ്പൊ ആ വണ്ടിക്കൂലിയും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ ശരാശരി ആളുകളിൽ നിന്ന് അവിടെ എത്ര രൂപ പഠിക്കുന്നുണ്ടോ? 100 രൂപ ഉടമ്പടിക്ക്. പിന്നെ മെഴുകുതിരിക്ക് എത്ര രൂപ പഠിക്കുന്നു? 125 250 എന്നൊരു സംശയമുണ്ട്. ഇത് രണ്ടിലേതേലും ഒന്നാ മേടിക്കുന്നുണ്ട്. നേർച്ച ഇടുമല്ലോ ആളുകൾ. അല്ലാതെ ഉപ്പിനും എണ്ണയ്ക്കും തിരിക്കും എല്ലാത്തിനും കൂടെ കൂടിയാണ് ഈ പൈസ.
ഈ എണ്ണ എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ ഉടമ്പടി എല്ലാം തീർത്ത് കഴിയുമ്പോൾ ഒലിവ് ഓയിലാണ് ഒരു ചെറിയ, അതിപ്പോ വന്ന് കുപ്പിയുടെ വലിപ്പം കുറഞ്ഞ് ആദ്യമൊക്കെ കൊടുത്തോണ്ടിരുന്നേക്കാരൊക്കെ ചെറിയ വലിപ്പത്തിലൊക്കെ ആയി തുടങ്ങി. ഒലിവ് ഓയിലാണ് അത്. പക്ഷെ ഇത് നുണ പറയാനും പറ്റില്ല കേട്ടോ സാറേ. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ വിശ്വസിച്ച് ചെയ്യുമ്പോൾ അതിന് ഫലമുണ്ട്, അതുള്ളതാ. എനിക്കത് അങ്ങനെ നിഷേധിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാ ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ മാതാവിന്റെ ഇതാന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ, അതായത് അച്ഛൻ തരുന്നു അങ്ങനെയല്ലേ പൈസ കൊടുത്ത് മേടിക്കുന്നു എന്നുള്ള വെറും ഒരു ഓയിലെന്നല്ല. അതിപ്പോ പറയുന്ന കണക്ക് വിശ്വാസത്തോടെ ഒരു പച്ചവെള്ളം ആണെങ്കിലും നമ്മൾ പ്രയോഗിച്ച് അതിന് ഫലം കിട്ടുമെന്ന് പറഞ്ഞ കണക്ക് അതിന് ഫലം കിട്ടാറുണ്ട്. നമ്മളത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫലം കിട്ടും. അതിപ്പോ അവിടെ ചെന്നിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ സാധനവും ഈ പാതിരി തന്ന ഓയിൽ തേച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണോ? അല്ല, അതും ഞാനും ഇപ്പോഴും ഈ കാര്യത്തിനിടയ്ക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് നടക്കാനുള്ള സമയത്തിന്റെ ഇടയ്ക്ക് ഈ കള്ളാക്ക് തന്ന സാധനം നമ്മൾ തേച്ചു, അതുകൊണ്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കച്ചവടതന്ത്രം. ഈ കൃപാസനം വരുന്നതിന് മുന്നേ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ കൃപാസനം 2004 ഡിസംബർ 7 മാതാവ് വരുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ ഈ കുർവാസനത്തിൽ പോകാത്ത ആൾക്കാർക്ക് ആർക്കും അനുഗ്രഹം കിട്ടുന്നില്ല എന്നൊരു ഒറ്റ കാര്യം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ഈ മാതാവാണെങ്കിലും അച്ഛന് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നു. പിന്നെ അങ്ങോട്ട് വരുന്നവർക്ക് മുഴുവനും ദർശനം മാതാവിനെ തോന്നിയതായിരിക്കും. മാതാവിനെ കാണുന്നു. പിന്നെ ഒന്നോട് നോക്കിയാൽ മതി, മാതാവ് ഈ കളറെ കാണാൻ പോവോ? കണ്ടാൽ ഇവർ ഇന്ന് ജീവനോടെ കാണുമോ? പിന്നെ ഉണ്ടല്ലോ, ഒരു പുള്ളിക്കാരത്തി ഇന്നാൾ ഒരു തിരി കൊണ്ടുവന്നു. അവർ തിരി വെച്ച് പ്രാർത്ഥിച്ചിട്ട് അവസാനം വന്നപ്പോൾ അതിന് മാതാവിന്റെ ഷേപ്പായി മാറി. ആ തിരി അവരിങ്ങനെ കാണിക്കുന്നുണ്ട്, തിരി ഇങ്ങനെ വന്ന ഷേപ്പിലായെന്നും പറഞ്ഞ്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തർ പറയുന്നു. നമ്മള് അങ്ങനെ മാതാവിനെ ഞാൻ ഒരിക്കലും തള്ളി പറയുന്നില്ല. മാതാവിനോട് ചിലപ്പോൾ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കും, അതിന്റെ ഫലം മാതാവ് നമുക്ക് തരുന്നുണ്ട്. മാജിക് കാര്യമോ? മാതാവ് മെഴുകുതിരിയിലെ ഒരു രൂപം ഉണ്ടാക്കി കാണിക്കുക, മുല്ലപ്പൂവിന്റെ മണം വരുത്തുക, ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള ഈ കള്ളന്മാരുടെ തന്ത്രമല്ലേ? വേറെ ആളുകൾക്ക് ഇത് കാണുന്നില്ലല്ലോ. അവിടെ എന്തോ ഒരിത് ഈ ചവിട്ട് നാടകത്തിന്റെ ഇതിനൊക്കെ ആയിട്ട് ഒരു ബിൽഡിംഗ് എന്തോ പണിയുന്നുണ്ടല്ലോ. അപ്പൊ അവൻ ചവിട്ട് നാടകം നടത്തുന്നു. ഈ ബുദ്ധിശൂന്യരായ പെണ്ണുങ്ങള് അവിടേക്ക് ഓടുന്നു. പണി ചവിട്ട് നാടകമാ. അവനറിയാവുന്ന പണി ഏതാ? അത് എന്നായാലും നല്ലൊരു ബിസിനസ്മാനാണ് അച്ഛൻ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി അച്ഛനാണോ അച്ഛനെ വെച്ച് വേറെ നല്ലൊരു ആണോന്നൊന്നും നമുക്കറിയത്തില്ല. അവിടെ ഒരു വിജയകുമാർ, പിന്നെ ഒരു സണ്ണി സാറിന്റെ ഒക്കെ അനുവാദം ഉണ്ട്, ഒരു എഴുത്തൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഈ സണ്ണി സാറിന്റെ അടുത്തോട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വിശന്ന് വലഞ്ഞ് കടുവയുടെ കൂട്ടിലോട്ട് ഇറച്ചി കഷ്ണമായിട്ട് ചെന്നാൽ കയ്യോടുകൂടി കൊണ്ടുപോകുന്ന പറഞ്ഞ അവസ്ഥയിലാണ് സണ്ണി സാർ ഇരിക്കുന്നത്. ഇങ്ങനെ മുരണ്ടോണ്ടാണ് ഇരിക്കുന്നത്. അതല്ലാതെ സണ്ണി സാറ് പിന്നെയും ഭേദമുണ്ട് കേട്ടോ. വേറൊരു പുള്ളിയുണ്ട്, അതിന്റെ പേരെനിക്കറിയത്തില്ല. എന്റെ ദൈവമേ, അത് എന്നാ സാധനം അത്. ഈ കഴിഞ്ഞ ദിവസം ചിലപ്പോൾ പുതിയൊരു ഇറക്കുമതി ഉണ്ടായിരുന്നു. ഒരു ചെക്ക് ഷർട്ടൊക്കെ ഇട്ട് ഒരു വെളുത്തിട്ട് ഒരു ഗുണ്ടയാണെന്ന് നേരെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും പേരറിയത്തില്ല, ബാഡ്ജൊന്നും ഇല്ല, അങ്ങനെ പേരൊന്നും വെച്ചിട്ടില്ല. അങ്ങേരോടാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ എന്നെ ഈ ഗുണ്ടായിസം കാണിക്കണേന്ന് ചോദിച്ചു. അപ്പൊ എന്നോടുണ്ടല്ലോ ഒരുമാതിരി തല്ലാൻ വരുന്ന രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല നിങ്ങൾ ദൈവവേല ചെയ്തിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് ഇങ്ങനെ ദൈവകത്തനിട്ട് വേല വെക്കുന്നതെന്ന് പറയുന്നത് ഇതാണോ ദൈവവേല? ഈ ആഭാസത്തരം കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്നതാണോ ദൈവവേല? ഇത് ആഭാസത്തരം. ഇങ്ങനെ പോയാൽ അധികം നാളൊന്നും ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇത് തിരിച്ചറിയും. അച്ഛന്റെ ബിസിനസ് പൊളിയും മിക്കവാറും. അത്രേ ഉള്ളൂ. അധികം നാള്, കാരണം എന്തായാലും ഒരു കാര്യമുണ്ട്, അച്ഛൻ ചെയ്യുന്നത് എനിക്കറിയില്ല. അച്ഛന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കണം, അച്ഛൻ ചെയ്യുന്നത് കച്ചവടമാണോ അല്ലയോ. അച്ഛൻ ഇനി മാതാവിനെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അച്ഛൻ അത് ചെയ്യാൻ കൊള്ളുമോ? അങ്ങനെ ആണെങ്കിൽ എനിക്കറിയില്ല, നമുക്കറിയില്ല. നമുക്ക് ഒരാളുടെ ഉള്ളിൽ കയറി ഇരുന്ന് പറയാനോ വിരിക്കാൻ. ഇനിയിപ്പം അച്ഛൻ ജെനുവിനാണേലോ അച്ഛന്റെ വാക്കുകൾ കറക്റ്റ് ആണെങ്കിലോ നമ്മൾ പറയണ തെറ്റായി പോകും. പക്ഷെ ഈ പറയുന്ന മാതാവ് പോയി ഈ കള്ളന്റെ ഗുഹയിലെ ഈ കുർവാസനത്തിലാണ് മാതാവ് ഇരിക്കുന്നതെങ്കിൽ അവിടെ പോയി 100 രൂപയ്ക്ക് ഉടമ്പടി ഈ എടുത്താലേ അനുഗ്രഹം തരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മാതാവാണോ വേറെ വല്ല സാധനമാണോ? അത് നല്ല വാക്കുകളൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ കച്ചവടം ഒടിക്കാതിരിക്കുന്നതാണോ മാതാവ്? ഇവര് ക്രിസ്തുവിനെയും കന്യാമറിയാമിനെയും നാണം കെടുത്തിക്കുമല്ലേ ഈ തെണ്ടക്കൂട്ടങ്ങള്? അല്ല, അതല്ല സാർ, വേറൊരു കാര്യോട് ആലോചിച്ചേ. ഇപ്പൊ ഇനി കൃപാസനം വിട്ടേ വേറെ എവിടെ ചെന്നാലും അവിടെ എല്ലാം കച്ചവടങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഈ കുടമാളൂർ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ഇത് മാത്രമല്ലെന്ന്, ഈ പേരില് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സകല പ്രസ്ഥാനങ്ങളുടെയും പണി ഇവൻ ഇച്ചിരി കച്ചവടം. ഇവൻ ഇപ്പം സ്വർണ്ണക്കട എല്ലാരും നടത്തുന്നില്ലേ? പ്രധാനപ്പെട്ട ജ്വല്ലറികളിൽ എന്തുകൊണ്ട് നല്ല കച്ചവടം നടക്കുന്നു? അത് അവന്റെ മിടുക്ക്. ചിലവന്മാർ ഈച്ചയായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ? സ്വർണ്ണക്കട എന്ന് പറഞ്ഞിരുന്ന് ഇരിക്കുന്ന കണ്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇത്
ഓരോതരം ഗിമ്മിക്കുകളും ഓരോതരം തന്ത്രങ്ങളും ഇടയ്ക്കും കച്ചവടം കൊഴിപ്പിച്ചു പോകുന്നു എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇതിനകത്തൊരു ആത്മീയതയോ ഇതിനകത്തൊരു ദൈവീകമായ കാര്യങ്ങളുടെ ഇടപെടലോ ഒന്നുമില്ല. കുറെ ഭ്രാന്ത് പിടിച്ച ആളുകള്, അന്ധവിശ്വാസികള്, അവർക്കൊരു താൽക്കാലിക ആശ്വാസം. പിന്നെ സാറിനോട് ഞാൻ കുറച്ച് കാര്യം വേറെ പറയട്ടെ. കൊടമാളൂർ ഒരു പള്ളിയുണ്ട്, കൊടമാളൂർ എന്ന് പറയണേ, ഫൊറോന പള്ളിയാ. ആ പള്ളി, അതായത് ദുഃഖ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാല് അവിടെ ഒരു നീണ്ടു നേർച്ചയൊക്കെ ഉണ്ട്. അപ്പൊ ആ പള്ളി ഫേമസ് ആയതുകൊണ്ട് അവിടെ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാല് ദുഃഖ വെള്ളിയാഴ്ച ഈ തറവാടകയ്ക്ക് കൊടുക്കൂലോ നമ്മൾ ഈ പെരുന്നാളൊക്കെ വരുമ്പോ, ഹിന്ദുക്കടകളുടെ പ്രളയം. അതായത് ആലോചിച്ച് നോക്കണം, ഇതുപോലത്തെ കോലക്കേടുകൾ കാണിക്കുന്ന, ഇതുപോലെ കിടന്ന് മുട്ടയിലെഴയുന്ന, അല്ലെ ഇതുപോലെ വായും പൊളിച്ചടക്കുന്ന മുണ്ണകളുള്ളിടത്തോളം കാലം ഈ കച്ചവടങ്ങൾ നടക്കും. ഇവിടെ ഗോവിന്ദച്ചാമി എവിടെ പോയി നിന്നാലും അവന്റെ പോയി അടുത്തും പോയി കൈമുത്തും. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട കേന്ദ്രം ആക്കുവാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടിച്ചോടിച്ച് ആ തമ്പുരാൻ മരിച്ചു കിടക്കുന്ന ദിവസം ഈ കൊടമാളൂർ എന്ന് പറയുന്ന പള്ളിയുടെ പരിസരം മുഴുവനും ഈ ഊത്തും ഒച്ചപ്പാടും ബഹളവും. അതായത് അന്നത്തെ ഒരു ദിവസം പണ്ടൊക്കെ പറയണേക്ക കാക്ക പോലും കരയുന്നവരിതില്ല, അത്രത്തോളം. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാല്, ഈ സാത്താൻ സേവ എന്താണെന്നും ഈ പൈശാചിക ക്രിസ്തുവിനെ അവമാനിക്കൽ എന്താണെന്ന് കാണിക്കൽ ഇവന്മാരുടെ പരിപാടി മാത്രം കാണിച്ച് ഇവന്മാരുടെ സകല പ്രവർത്തനങ്ങളും ക്രിസ്തുവിനെ ഇകഴ്ത്താനും താത്തിക്കെട്ടാനും ക്രിസ്തുവിനോടുള്ള അല്ലെങ്കിൽ ആ ഒരു ആളുകളോടുള്ള ഒരു ആദരവ് നഷ്ടപ്പെടുത്തുന്ന പണികളാണ് ഈ കള്ളക്കൂട്ടങ്ങളും മൊത്തം ചെയ്യുന്നത്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.